സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ഓൺലൈൻ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടിയെ രാജ്യം ഭരിക്കുന്നവർ തന്നെ പേടിച്ചു തുടങ്ങി എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ദിവസങ്ങൾക്കകം BJPയെ വരെ മറികടന്നതിന് പിന്നാലെ CJPയുടെ എക്സ് പേജ് ഇന്ന് മരവിപ്പിച്ചു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് എക്സ് ആ നടപടിയെടുത്തത് എന്ന ചോദ്യം ഉയരുകയാണ്. സർ, ആരാണ് പാർട്ടിയെ പേടിക്കുന്നത്? ഇതൊരു പാർട്ടി എന്ന് പറയാമോ സൈഫു? ഒരു പാർട്ടി എന്ന് പറയാറായിട്ടില്ല. ഇതൊരു വെർച്വൽ സ്പേസിനകത്തുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു ലോഗോയും ഇട്ട് അതിന് ഒരു ഡോക്യുമെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ചില മുദ്രാവാക്യങ്ങളൊക്കെ വെച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടും നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെപ്പോഴും നമ്മളുടെ ഓർമ്മയിൽ വരുന്നത് ഇപ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് അല്ലെങ്കിൽ യുവജനങ്ങളുടേതായിട്ടുള്ള ഒരു പലതരം മേഖലകളിൽ നിന്ന് ചില ഫിഗേഴ്സ് ഇങ്ങനെ ഉയർന്നു വരുന്നു, അവരുണ്ടാക്കുന്ന വിപ്ലവം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ സാധാരണഗതിയിൽ ഒരു പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. നേതാക്കൾ ഉയർന്നു വരുന്നതൊക്കെ അങ്ങനെയാണ്. അതിനോട് ആളുകൾ ആകർഷിക്കപ്പെട്ട് അതിന് വലിയ മാസ് പിന്തുണയുണ്ടാവുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു കാലത്ത് ഇങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ റിയലിൽ നിന്ന് വെർച്വലിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെർച്വലിൽ നിന്ന് റിയലിലേക്ക് വരുന്നൊരു രീതിയാണ് ഇപ്പോൾ ഇനിയുള്ള കാലത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് നമ്മൾ മാറണം. ഇതിപ്പോൾ വെർച്വൽ സ്പേസിൽ ഇപ്പോൾ നമുക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അഭിജിത്ത് ദിബ്കെ എന്ന് പറയുന്ന ഒരാൾ, അയാളാണിത് ആദ്യം ലോഞ്ച് ചെയ്യുന്നത്. അതിന് പുറകെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. പക്ഷേ ഈ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ ഇപ്പോൾ ഇൻസ്റ്റയിൽ 11 മില്യൺ എന്നുള്ളതാണ് കുറച്ച് മുമ്പ് അറിഞ്ഞത്. ഓരോ മണിക്കൂറിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 13 ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ഗ്രോ ചെയ്യുന്നത്, ഇതിന് പിന്നിൽ ആരാണ്, ഏത് തരത്തിലുള്ള ആളുകളാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ നാട്ടിലെ വ്യവസ്ഥയോട് ഭയങ്കരമായ എതിർപ്പും രോഷവും ഉള്ള ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ അന്തർലീനമായി കിടക്കുന്നത് അതാണ്, ആ രോഷമാണ്. അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് ഇത്തരമൊരു മെറ്റഫറിലൂടെ മാത്രമാണ്. അങ്ങനെ അതുമായിട്ട് ചേർന്ന് വരുമ്പോഴാണ് അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ തൊഴിലില്ലായ്മയുടെ കാര്യത്തിലായാലും നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഈ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ നീറ്റ് എക്സാമിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ രംഗത്ത് മുഴുവൻ കാണുന്ന അനാർക്കി അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയില്ലായ്മ അല്ലെങ്കിൽ അഴിമതി, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളോടും ആളുകളുടെ ഉള്ളിൽ ഒരു രോഷം ഉണ്ട്. പക്ഷേ അത് പുറത്തേക്ക് വരാൻ പാകത്തിൽ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടുന്ന വിധത്തിൽ ഉണ്ടാവുന്നില്ല. അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് കിട്ടുന്നില്ല. ഇതൊക്കെയായിരുന്നു പ്രശ്നം. ഈ ചീഫ് ജസ്റ്റിസിൻ്റെ ഈ കോക്രോച്ച് പ്രയോഗം, യുവജനങ്ങളെക്കുറിച്ചുള്ള കോക്രോച്ച് പ്രയോഗം വന്നതോടുകൂടി അതുമായിട്ട് ഇത് കണക്ട് ചെയ്യപ്പെടുകയായിരുന്നു. അതിലേക്ക് അങ്ങ് നമ്മൾ പറയുമല്ലോ, ഊറിക്കൂടുന്ന രീതിയിൽ ഈ സംഗതി ഡെവലപ്പ് ചെയ്തു വരികയായിരുന്നു എന്നുള്ളതാണ് ഒന്ന്. അപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമല്ല വേണ്ടത്. ഒരു പ്രത്യയശാസ്ത്രം കൊണ്ടുവന്ന് അങ്ങനെ കെട്ടിപ്പടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള സംഗതികളൊക്കെ അവസാനിച്ചു. ഇങ്ങനെ ഒരു സാധനം മൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വെർച്വൽ സ്പേസിൽ കിട്ടുന്ന വലിയ പിന്തുണയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. ഈ അണ്ടർലൈങ് ആയിട്ടുള്ള ഈ ഫ്രസ്ട്രേഷനാണ് ആളുകളുടെ ഉള്ളിൽ. അതേസമയം നമ്മൾ ഈ 2010-13 സമയമാകുമ്പോഴേക്കൊക്കെ കണ്ട ഈ അണ്ണാ ഹസാരെയുടെ സമരം, ആം ആദ്മി പാർട്ടിയുടെ പിറവി, ആ ഘട്ടത്തിൽ കണ്ടതിൽ നിന്ന് ഇതിന് വ്യത്യാസമുണ്ട്. ആ ഘട്ടത്തിൽ റിയലായിട്ട് തന്നെയാണ് നമ്മളത് കാണുന്നത്. ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ്. ഇപ്പോൾ അതിനുള്ളൊരു സാധ്യത തീരെയില്ല. തെരുവിലിറങ്ങിക്കൊണ്ടൊരു പ്രക്ഷോഭം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വിചാരിക്കും അത് നടക്കും. അത് കാണുന്നില്ല. പകരം ഈ പറയുന്ന സ്പേസിലാണ്, സൈബർ സ്പേസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് സ്വീകാര്യമായി തീരും. ഭരണകൂടത്തോടുള്ള ഒരു എതിർപ്പുണ്ട്, അത് പൊതുവെ എല്ലാവരും പങ്കുവയ്ക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾക്കൊക്കെ ഒരു മെറിറ്റിൻ്റെ സ്വഭാവത്തിലാണ്. മെറിറ്റോറിയസ് ആണ് അവർ കാണുന്ന എല്ലാ കാര്യങ്ങളും. ആ മെറിറ്റോറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ നിർണായകമായ ഒരു ചോദ്യം മതി, ചിലപ്പോൾ അതിൻ്റെ അടിത്തറ തന്നെ ഇളകിപ്പോകും. ഉദാഹരണത്തിന്, എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സംവരണത്തോടുള്ള നിലപാട് എന്ന ചോദ്യം വന്നാൽ എന്തായിരിക്കും?
ഇതിന് പിന്നിൽ അണിനിരക്കുന്ന ആളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. സംവരണത്തോട് എന്താണ് നിലപാട്? സംവരണം വേണോ വേണ്ടയോ, അതോ മെറിറ്റ് അനുസരിച്ച് വിദ്യാഭ്യാസത്തിലായാലും തൊഴിലിലായാലും സംവരണം എന്ന ആശയം എത്രത്തോളം നിങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. കാരണം ഇന്ത്യയിലെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്നാണ് ഈ ജാതി എന്ന് പറയുന്നത്. ജാതി ബാധിക്കാത്ത ഒരു വിഷയമില്ല. അപ്പം അവിടെ അത് മറച്ചു വെച്ചുകൊണ്ട് അത് മൂടിക്കൊണ്ട് നിങ്ങൾ ഒരു എന്താ പറയുക മറ്റു ചില ആശയങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു അസോസിയേഷനും കൂട്ടായ്മയൊക്കെ നോക്കി ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാന ചോദ്യങ്ങളിലേക്ക് എത്തുമ്പോൾ അത് പാളിപ്പോകും. അങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ടാവും. ഇപ്പം ആം ആദ്മി പാർട്ടി തന്നെ പിൽക്കാലത്ത് അതിന് സംഭവിച്ച പല ഇതെന്ന് വെച്ചാൽ റിയൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്തോറും അവരുടെ ഉള്ള് പൊള്ളയാണ് എന്നിങ്ങനെ തോന്നി തുടങ്ങുകയാണല്ലോ. ഫൈനലി അവർ ഒരു BJPയുടെ തന്നെ ഒരു ബി ടീമാണ് എന്ന തോന്നലിലേക്ക് എത്തി. അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ സ്വഭാവവും അതിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് പെട്ടെന്നുണ്ടാവുന്ന ഒരു ആരവമാണ്. അതേപോലെ അത് ചിലപ്പോൾ സബ്സൈഡ് ചെയ്ത് അങ്ങ് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ വസ്തുത ഒന്നാണ്, ആളുകൾക്ക് ഈ 10-12 വർഷമായി ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് വലിയ തോതിൽ അസംതൃപ്തിയുണ്ട്, രോഷമുണ്ട്, അത് അവരുടെ ഉള്ളിലുണ്ട്. അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നതിന് ഇങ്ങനെ ചില മാർഗങ്ങളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അതിനെ പേടിക്കുന്നുണ്ട്. ആ ഫാക്റ്റിനെയാണ് BJP പേടിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ ഒരു വളർച്ച ഇതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു ഫാക്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്, അങ്ങനെ ഒരു സത്യം അവിടെയുണ്ട് എന്നുള്ളതാണ് അവരെ ഒരുപക്ഷെ കാര്യമായി ഭയപ്പെടുത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കാടൻ പ്രയോഗം നടത്തിക്കളയാമെന്ന് അവർ ആലോചിച്ചാൽ അതിന് ഒന്നും പറയാനില്ല. ശരി, അജിംസ് കണ്ടിടത്തോളം അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ അടിച്ചൊതുക്കിയാൽ ഒതുങ്ങുന്ന ഒരു ടൈപ്പ് മുന്നേറ്റമോ കൂട്ടായ്മയോ ആണോ ഇത് ജൻസി കൂട്ടായ്മ? ഇത് കഴിഞ്ഞ 12 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ ഭരിക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, പലതരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ, ഡിസെൻ്റൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉയരുന്നത് രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് ശേഷം നടന്ന ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. പക്ഷെ അത് വളരെ എളുപ്പത്തിൽ സർക്കാരിനെ അടിച്ചു നോക്കാൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് കർഷക സമരമാണ്. കർഷക സമരവും പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ സമരമായിരുന്നു. അതുകൊണ്ട് അത് കോർണർ ചെയ്യാനും അതിനെ ഡിഫ്യൂസ് ചെയ്യാനും സർക്കാരിന് കഴിഞ്ഞു. മറ്റൊന്ന് പൗരത്വ പ്രക്ഷോഭമാണ്. പൗരത്വ പ്രക്ഷോഭം എന്താണ്? അത് പ്രധാനമായും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള എതിരഭിപ്രായങ്ങളെ, ഇപ്പോൾ ഡൽഹി റൈറ്റ് കേസിലൊക്കെ അവിടെ പൗരത്വ പ്രക്ഷോഭകർക്കെതിരെയാണ് കലാപം നടത്തിയെന്ന പേരിൽ കേസെടുത്ത് ജയിലിലടച്ചിട്ടുള്ളത്. ഉമർ ഖാലിദൊക്കെ ജയിലിൽ കഴിയാണ് ജാമ്യം കിട്ടാതെ. അപ്പോൾ ഇത്തരം ഓരോ പ്രാദേശികമായോ ഐഡന്റിറ്റിയുടെ പേരിലോ ഒക്കെ ഉയർന്നു വരുന്ന ഡിസെന്റിനെ സർക്കാരിന് എളുപ്പത്തിൽ അടിച്ചു നോക്കാൻ കഴിയും. പക്ഷേ അതിനുശേഷം ഉണ്ടായത് അഗ്നിവീർ സമരം നമുക്ക് ഓർമ്മയുണ്ടാവും. അഗ്നിവീർ സമരം യഥാർത്ഥത്തിൽ BJPയുടെ ബേസ് ക്യാമ്പിൽ നിന്നുണ്ടായ സമരമാണ്. BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ നടത്തിയ സമരമാണ്. നമുക്കറിയാം, ട്രെയിനുകൾക്ക് തീവച്ചു UPയിലും ബീഹാറിലും ഈ പ്രക്ഷോഭകർ. സർക്കാർ അവരെ അടിച്ചമർത്താൻ പോയില്ല, അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ അയച്ചു. ട്രെയിൻ കത്തിച്ച ആൾക്കെതിരെയും കേസ് എടുത്തിട്ടില്ല. ട്രെയിൻ കത്തിച്ച കേസാണ്. വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളാണ് അത് ചെയ്തിരുന്നെങ്കിൽ UAPയെ ചേർത്തും. ഇതൊന്നും ഉണ്ടായില്ല. അഗ്നിവീർ സമരത്തെ ഏതോ വിധത്തിൽ അവർ വളരെ ഡിപ്ലോമാറ്റിക്കലി അത് അടിച്ചൊതുക്കി. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ 2011 ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ ആ മൂവ്മെന്റിൽ കണ്ട അതേ മൊമെന്റമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതേ ആൾക്കൂട്ടമാണ്. അതേ ആൾക്കൂട്ടം BJPയുടെ ബേസ് ക്യാമ്പ് തന്നെയാണ്, വോട്ട് ക്യാമ്പ് തന്നെയാണ്, വോട്ട് ബേസ് തന്നെയാണ്. അതാണ് BJP അലോസരപ്പെടുന്നത്. അതായത് കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയർന്നു വന്ന അതേ അർബൻ യൂത്ത്, ഒരു തരത്തിലുള്ള പ്രതീക്ഷകളും ഇല്ലാതെ ജീവിക്കുന്ന യുവാക്കൾ. കാരണം ഇന്ത്യ ജോബ് ക്രിയേഷനിൽ വളരെ പിന്നോട്ട് പോയൊരു 10 വർഷമാണ് കഴിഞ്ഞു പോയത്. മറ്റൊന്ന്, ഉൽപ്പാദന മേഖലയാകെ സ്തംഭിച്ചിരിക്കുകയാണ്. യുവാക്കൾ പൂർണ്ണമായും മൈഗ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് എവിടെ നിന്നാണ്? ഗുജറാത്തിൽ നിന്നാണ്. നരേന്ദ്രമോദിയുടെ ഹോം സ്റ്റേറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നടന്നും കാൽനടയായും മെക്സിക്കോ വഴിയൊക്കെ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതും മഞ്ഞിൽപ്പെട്ട് മരിക്കുകയും ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു തരത്തിൽ ഇന്ത്യയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ റെലിംഗ്വിഷ് ചെയ്ത 10 വർഷമാണ് കടന്നു പോകുന്നത്. പാസ്പോർട്ട് വേണ്ട, ഞങ്ങൾ വേറെ രാജ്യത്തെ പൗരത്വം സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ BJPയുടെ ബേസ് ക്യാമ്പിൽ നിന്ന് വരുന്ന ആദ്യത്തെ കലാപമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടേത്. മറ്റതൊക്കെ ഓരോന്ന് കോർണർ ചെയ്ത് അവർക്ക് ഒതുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അഗ്നിവീറിന് ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയാണ്. അഗ്നിവീർ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഓൺ ഗ്രൗണ്ടിൽ നടന്ന സമരമാണ്. ഇത് അങ്ങനെയല്ല, ഇത് വിർച്വൽ സമരമാണ്. ഇതിന് തുടക്കം കുറിച്ച ആൾ അമേരിക്കയിൽ ബോസ്റ്റണിൽ ഇരിക്കുകയാണ്. ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ഫോളോവേഴ്സ് ആവുന്നു. എക്സ് അക്കൗണ്ട് വിത്ത് ഹെൽഡ് ചെയ്തിട്ട് ഉടൻ തന്നെ അവർ 10-15 ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പ്രധാന അക്കൗണ്ട് തന്നെ ഇപ്പോൾ ഈ സമയം നമ്മൾ 68,000 ഫോളോവേഴ്സായി. 2 ലക്ഷം ഫോളോവേഴ്സ് ആയിരുന്നു എക്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 68,000 അത് ഇനി കൂടിക്കൊണ്ടിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ BJPയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള പാർട്ടിയായി CJP മാറുകയാണ്. അപ്പോൾ ഇത് ഓൺ ഗ്രൗണ്ടിൽ നടക്കുന്ന സമരമല്ല. ആണെങ്കിൽ പോലീസിനോട്ട് അടിച്ചു നോക്കാം, വേറെ എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയ സമരത്തെ പൊളിക്കുക. ഇത് എവിടെ നിന്ന് പൊളിക്കും? ഇത് ഇന്റർനെറ്റ് റെവല്യൂഷനാണ്.
അപ്പോൾ ഇത് കേവലമായി ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്താൽ ഉയർത്തുന്നത് മാത്രമല്ല. ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി ജൻസിയോട് ഒരു ആഹ്വാനം നടത്തിയിരുന്നു, ഈ രാജ്യം തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അവിടെ നിന്ന് തുടങ്ങിയതാണത്. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ വീഡിയോകൾക്കും റീലുകൾക്കും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാകുന്ന ട്രാക്ഷൻ നോക്കുക. ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്ന പൊളിറ്റിക്കൽ കണ്ടന്റ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ കണ്ടന്റാണ്. ഈ പറയുന്ന ഇതിന്റെ ഉപജ്ഞാതാവ് ഒരു ആം ആദ്മിയുടെ വോളണ്ടിയർ ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇത് BJP ഭയപ്പെടുന്നത് കോൺഗ്രസിന് അനുകൂലമാവുമെന്ന് കരുതിയല്ല, തങ്ങളുടെ ബേസ് തകർക്കാൻ സാധ്യതയുള്ള എല്ലാം കരണ്ട് തിന്നുന്ന പാർട്ടിയായി ഇത് മാറും എന്നുള്ള ഭയമാണ് അവർക്കുള്ളത്. ശരി, നൗഫൽ, CJPയെ BJP ശരിക്കും പേടിക്കേണ്ടതുണ്ടോ? അല്ല, BJP ശരിക്ക് സാമൂഹ്യ മാധ്യമങ്ങളെ നന്നായി ഭയപ്പെടുന്നുണ്ട്. അതിൻ്റെ സൂചനകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയമങ്ങൾ, കർശന നിയമങ്ങൾ വരുന്നു. പലതും ഇപ്പം നമുക്ക് തന്നെ നേരിട്ട് പരിചയമുള്ള ഒരുപാട് സംഗതികളുണ്ടല്ലോ. പലതിനെയും ഇടക്കാലത്ത് നിരോധിക്കുന്നു, ഇടക്കാലത്ത് അതിനെ കോടതി വഴി അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നു. ആ രീതിയിലൊക്കെ പോകുന്നു. ഇപ്പം ധ്രുവ് റാട്ടി എന്ന് പറയുന്ന ആൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ BJPക്കെതിരെ വീഡിയോകൾ ചെയ്ത, വളരെ ഫാക്ച്വലായി വീഡിയോ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ എത്രത്തോളം ഭയപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണമൊക്കെ ഒന്ന് എടുത്തു നോക്കും. അപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ BJPയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ BJPയെ ഇഴകീറി പരിശോധിക്കുന്ന നിരവധി വീഡിയോകൾ, മീമുകൾ, ട്രോളുകളൊക്കെ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഈ ഒരു പുതിയ ഒരു പ്രക്ഷോഭം എന്നാണ് ഇതിനെ പറയേണ്ടത്. അതിനൊരു പാർട്ടി എന്നല്ല പറയുന്നത്, ഒരു പ്രക്ഷോഭമാണ് ശരിക്കും അത്. അപ്പോൾ നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഇപ്പോൾ അടുത്തിടെ ഒരു കലാപം നടന്നു. ആ കലാപം നടന്നത് നേരിട്ടാണ് കലാപം നടന്നതെങ്കിലും അതിൻ്റെ തുടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആയിരുന്നു. അതിൻ്റെ ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ സംവരണം പറഞ്ഞു, അവിടെ ഒരു സംവരണത്തിനെതിരെ ആയിരുന്നു പ്രക്ഷോഭം. ചില കൂട്ടർക്ക് സംവരണം കൊടുക്കുമ്പോൾ മറ്റു ചിലർക്ക് നഷ്ടപ്പെടുന്ന സംവരണത്തെക്കുറിച്ച് ഓർത്തായിരുന്നു ആ പ്രക്ഷോഭം. അപ്പം ആളുകൾ വളരെ എന്താ പറയുക, സെൻസിറ്റീവായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ചീഫ് ജസ്റ്റിസ് കളിയാക്കിയത് തൊഴിലില്ലാത്ത ആളുകളെയാണ്. ഈ തൊഴിലില്ലാത്ത ആളുകൾ സത്യം പറയുകയാണെങ്കിൽ അവർ പൊട്ടിത്തെറിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം നടത്തിയതിനെ തുടർന്ന് ഇത്രയും ഫോളോവേഴ്സ്, ഇത്രയും ആളുകൾ ഈ ഒരു കേവലം ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ മാത്രം ഉണ്ടാക്കിയ ഒരു പാർട്ടിയിൽ ഇത്രത്തോളം ആളുകൾ വെർച്വലായിട്ടെങ്കിലും അണിചേരുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ഒരു സൂചനയല്ലേ? ആ സൂചന എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം വാഴ 2 സിനിമ ഉണ്ടല്ലോ, 2 സിനിമ. ഈ വാഴ സിനിമയിൽ പറയുന്നത് ഇത്തരം ഒന്നിനും കൊള്ളാത്ത ആളുകളുടെ പിന്നെ മനോവ്യഥകളും അവർ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ആ സിനിമയ്ക്ക് കിട്ടുന്നൊരു സപ്പോർട്ട് എന്താണ്? ആ സിനിമയിലെ പിള്ളേർക്ക് കിട്ടുന്നൊരു കയ്യടി എന്താണ്? അതെന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് ഈ തൊഴിലില്ലാത്ത ഇത്രയും ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു സോഷ്യൽ മീഡിയ കാർഡ് കണ്ടു. ബംഗാളിൽ BJP അധികാരത്തിലെത്തിയ ശേഷം കേരളത്തിൽ നിന്നുള്ള ബംഗാളികൾ തിരിച്ചുപോയി തുടങ്ങിയത്. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളല്ലാതെ ഇവിടെ ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ടോ? അങ്ങനെ ഒന്നുമില്ലാതിരിക്കുകയും ഇതുപോലെ പല അവകാശവാദങ്ങൾ മാത്രം മുഴക്കുകയും ചെയ്യുമ്പം ഈ പറയുന്ന ആളുകൾ, ജോലിയില്ലാതെ ഉഴലുന്ന ഈ പാവപ്പെട്ട യുവാക്കൾ എന്തായാലും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇതൊരു സൂചനയാണ് എന്നുള്ളത് ഉറപ്പാണ്. ഇവർ പൊട്ടിത്തെറിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. വിപ്ലവം വരും തീർച്ചയായും. അപ്പം CJPയെ BJP നിർബന്ധമായും പേടിക്കണം. ഇങ്ങനെ ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും ഒതുക്കാൻ നോക്കിയതുകൊണ്ട് കാര്യമില്ല. സംയമനത്തോടെ അവർ അഡ്രസ്സ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് BJPക്ക് പറ്റുമോ എന്ന് കാത്തിരുന്നു.